ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാമൂഹിക സേവന മേഖലയിൽ ചിലവഴിക്കുന്നതിനായി പല ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഫണ്ടുണ്ടെങ്കിലും പലരും അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാറില്ല. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തരാവുകയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. കടുത്ത വേനലിൽ ദിവസേന 5000-ലധികം പേർക്കാണ് ഇവർ സംഭാരം നൽകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത മോട്ടോർ തൊഴിലാളി സമരസമിതി നേതൃത്വത്തിൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസ് മാർച്ച്. ഓട്ടിസം വാരാചരണത്തിന് തുടക്കം. ഇതിന്റെ പ്രചരണാർത്ഥമുള്ള മൊബൈൽ ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ ജില്ലയിൽ പ്രയാണം ആരംഭിച്ചു. വേനൽ കനത്തതോടെ നഗരത്തിലെത്തുന്നവരുടെ ദാഹം അകറ്റാൻ പതിവ് പോലെ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സംഭാരവുമായി രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത മോട്ടോർ തൊഴിലാളി സമരസമിതി നേതൃത്വത്തിൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചതാണ് ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുവാൻ കാരണമായതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കുക. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവൂർ റോഡിലെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസിലേക്ക് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഓട്ടോറിക്ഷകളുടെ പ്രീമിയം 3460 രൂപയിൽ നിന്നും 5916 രൂപയായും ടാക്സികളുടേത് 8017 രൂപയിൽ നിന്നും 16626 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസിന് മുൻപിൽ പോലീസ് തൊഴിലാളികളുടെ മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചതാണ് ഇത്തരം നയങ്ങൾ നടപ്പിലാകാൻ കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തമായിട്ട് ഒരു ചെറിയ വാഹനം ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രീമിയത്തിലുണ്ടായിരുന്ന വർധനവ് 3870 രൂപയുണ്ടായിരുന്നത് ഇപ്പൊ 5900 അല്ലെ 5900 വർദ്ധിപ്പിച്ചത്. STU ജില്ലാ സെക്രട്ടറി മീനത്ത് മൊയ്തു അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PP കുഞ്ഞൻ, HMS ജില്ലാ സെക്രട്ടറി ബിജു ആന്റണി, INTC ജില്ലാ പ്രസിഡന്റ് PMA നാസർ, BMS ജില്ലാ സെക്രട്ടറി K പരമേശ്വരൻ, KG അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഓട്ടിസം വാരാചരണത്തിന് തുടക്കമായി. ഇതിന്റെ പ്രചരണാർത്ഥമുള്ള മൊബൈൽ ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ പ്രയാണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ N പ്രശാന്ത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏപ്രിൽ 1 മുതൽ 8 വരെയാണ് ഓട്ടിസം വാരാചരണം നടക്കുന്നത്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസ മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റും ജില്ലാ സാമൂഹിക നീതി വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും വികലാംഗക്ഷേമ കോർപ്പറേഷനും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് കോമ്പോസിറ്റ് റീജിയണൽ സെന്ററും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സംയുക്തമായാണ് ഏപ്രിൽ 1 മുതൽ 8 വരെ ഓട്ടിസം വാരാചരണം വിവിധ പരിപാടികളോടെ ആചരിക്കുന്നത്. ആചരണത്തിന് മുന്നോടിയായാണ് മൊബൈൽ ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നിന്നും പ്രയാണം ആരംഭിച്ചത്. ജില്ലാ കളക്ടർ N പ്രശാന്ത് മൊബൈൽ ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകമെമ്പാടും ഏപ്രിൽ 2-നാണ് ലോക ഓട്ടിസ ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. ഇന്നു ജനിക്കുന്ന കുട്ടികളിൽ 68-ൽ ഒരാൾ ഓട്ടിസം ഉള്ളവരാണ്. ഇപ്പോഴത്തെ തോതിൽ 2025 ആകുമ്പോഴേക്കും ജനിക്കുന്ന കുട്ടികളിൽ പകുതിയിൽ അധികം പേർ ഓട്ടിസം ഉള്ളവരായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇന്ന് ലോകം ഓട്ടിസം എന്ന രോഗത്തെ തിരിച്ചറിയുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ടി പി സാറാമ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഗാദർ പാലാഴി, ഇ കെ ലീന തുടങ്ങിയവർ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഏപ്രിൽ 1 മുതൽ 8 വരെ വിവിധ കേന്ദ്രങ്ങളിൽ മൊബൈൽ എക്സിബിഷൻ പര്യടനം നടത്തും. കോഴിക്കോട് ബീച്ചിൽ വാരാചരണത്തിന്റെ ഭാഗമായി വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ ഓട്ടിസം കൈറ്റ് ഫ്ലൈയിംഗ് സംഘടിപ്പിച്ചു. ഏപ്രിൽ 2 വൈകിട്ട് മാനാഞ്ചിറ CSI ചർച്ച് പരിസരത്ത് വാക്ക് ഫോർ ഓട്ടിസം സംഘടിപ്പിക്കും. മാനാഞ്ചിറ സ്ക്വയറിൽ ഏപ്രിൽ 2 മുതൽ 8 വരെ നടക്കുന്ന ഓട്ടിസം ചലച്ചിത്രോത്സവത്തിൽ മൈ നെയിം ഈസ് ഖാൻ, ഫോറസ്റ്റ് ഗംപ്, മെർക്കുറി റേസിംഗ്, ബ്ലാക്ക് ബലൂൺ, ഹരിദാസ്, ബർഫി, റെയിൻമാൻ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഏപ്രിൽ 7 ചക്കോരത്തുകുളം റോട്ടറി ഹാളിൽ നടക്കുന്ന ഓട്ടിസം സെമിനാർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M K മുനീർ ഉദ്ഘാടനം ചെയ്യും. വേനൽ കനത്തതോടെ നഗരത്തിലെത്തുന്നവരുടെ ദാഹമകറ്റാൻ ഇത്തവണയും പതിവ് പോലെ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സംഭാരവുമായി എത്തി. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദിവസേന 5000 പേർക്കാണ് 11 മുതൽ 12 വരെ സംഭാരങ്ങൾ നൽകുന്നത്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 2005 മുതലാണ് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലും മെഡിക്കൽ കോളേജ് പരിസരത്തും സൌജന്യ സംഭാര വിതരണം ആരംഭിച്ചത്. സംഭാര വിതരണം ഈ വർഷവും തുടരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ ആരംഭിച്ച സംഭാരണ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. മിൽമയുടെ സംഭാരമാണ് വഴിയാത്രക്കാർക്ക് സൌജന്യമായി നൽകുന്നത്. രാവിലെ 11 മണി മുതൽ 12:30 വരെയാണ് സംഭാര വിതരണം നടക്കുന്നത്. ദിവസേന 5000 പാക്കറ്റ് സംഭാരം ചെലവാകുന്നതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. സൌജന്യ സംഭാര വിതരണത്തിനായി ബാങ്ക് 11 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. പൊള്ളുന്ന വേനലിൽ ദാഹിച്ചു വലയുന്നവർക്ക് ആശ്വാസമാവുകയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സൌജന്യ സംഭാര വിതരണം. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ CN വിജയകൃഷ്ണൻ, ഡയറക്ടർമാരായ P ദാമോദരൻ, N സുഭാഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. ചിങ്ങപുരം CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ആദ്യം പൂദ്യം എന്ന ഹ്രസ്വചിത്രത്തിന് NCERT-യും CAET-യും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 20ാമത് ഓൾ ഇന്ത്യ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഓഡിയോ വീഡിയോ ഫെസ്റ്റിവൽ 2015 മികച്ച ചിത്രത്തിനും മികച്ച രചനയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ നേടി. കൂട്ടുകെട്ടുകൾക്കും ചങ്ങാത്തങ്ങൾക്കും ആൺപെൺ വേർതിരിവുകൾക്കും സൃഷ്ടിച്ചെടുക്കുന്ന മുതിർന്നവരുടെ അധികാരോന്മുഖ നോട്ടങ്ങളെ വിചാരണ ചെയ്യുന്ന ആദ്യം പൂദ്യം എന്ന കൊച്ചു സിനിമയ്ക്ക് കിട്ടിയ ദേശീയ അംഗീകാരം വർത്തമാനകാലത്തിൽ ഏറെ പ്രസക്തമാവുകയാണ്. ശരി, എന്റെ മോളിന്ന് വെയിലത്ത് പോയി കളിച്ച് ക്ഷീണിക്കണ്ടാട്ടോ. അവിടെ കിടക്ക്. എനിക്ക് പേടിയമ്മേ. ഒന്ന് പോട് മോളെ. നിന്റെ അടവൊന്നും എന്നോട് വേണ്ട. അത്രയ്ക്ക് പൂതിയാണെങ്കിലേ ടിവിയും കണ്ട് അവിടെ കുത്തിയിരുന്നോ. രാവിലെ തന്നെ ഇറങ്ങും. കുറ്റിയും പോലും പറിച്ച് കുറെ കാര്യന്മാരുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ സുഹൃത്തായി കൂടെ എന്ന ആദ്യ പെൺകുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. കുട്ടികൾക്കിടയിൽ പോലും ആൺപെൺ സൗഹൃദങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന സമൂഹം ഇവിടെ വിചാരണ ചെയ്യപ്പെടുകയാണ്. പെൺകുട്ടികൾക്കിടയിൽ അപകർഷത സൃഷ്ടിക്കുന്ന പ്രജനന കേന്ദ്രങ്ങളായി വീട്ടകവും കളിക്കളവും വിദ്യാലയവും മാറിത്തീരുന്ന സമകാലീന അവസ്ഥയെ ആദ്യം പൂദ്യം ചിത്രീകരിക്കുന്നു. സ്കൂളിലെ ചലച്ചിത്ര ക്ലബ്ബായ തിരയുടെ നേതൃത്വത്തിലാണ് ഹ്രസ്വചിത്ര നിർമ്മാണം നടന്നത്. കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സ്വരുക്കൂട്ടിയ തുക കൊണ്ട് നിർമ്മാണം തുടങ്ങിയ സിനിമ മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് പൂർത്തിയാക്കിയത്. റോഷൻ, കൃഷ്ണേന്ദു, അശ്വന്ത്, അമൽരാജ്, അജയ് കുമാർ, മഞ്ജുനാഥ്, ദേവനാഥ്, ഹാഫിസ് അഭിനവ്, അക്ഷയ് ഷാരൂൺ തുടങ്ങി ഫിലിം ക്ലബ് മെമ്പർമാരായ കുട്ടികൾക്കൊപ്പം ജയകൃഷ്ണൻ സത്യൻമുദ്ര, മുഹമ്മദ് എരവട്ടൂർ, ബാലചന്ദ്രൻ ന്യൂമൻസ്, രതീഷ് മലയിൽ, ഉഷ ചന്ദ്രബാബു, സതി തുടങ്ങിയവരും വേഷമിട്ടു. രചന കെ രഞ്ജിത്തും, ക്യാമറ പ്രമോദ് ബാബുവും, എഡിറ്റിംഗ് പ്രത്യുഷ് PR-ഉം, സംഗീതം രാകേഷ് റാമും, ശബ്ദലേഖനം ഹരീഷ് കൊയിലാണ്ടിയും, ശബ്ദമിശ്രണം ലിജിത് അഡാർസും, കലാസംവിധാനം സദാനന്ദൻ സർഗയും നിർവഹിച്ച ചിത്രത്തിന്റെ സംവിധാനം മനീഷ് യാത്രയാണ്. കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നിർമ്മിച്ച സിനിമയ്ക്ക് കിട്ടിയ ദേശീയ പുരസ്കാരത്തിന്റെ ആഹ്ലാദത്തിലാണ് ചിങ്ങപുരവും കുട്ടികളും. വാർത്തകളിൽ ഇടവേള. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല.
കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങിലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ബാഡ്മിന്റൺ പരിശീലനം സജീവമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ബാഡ്മിന്റൺ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ ബാഡ്മിന്റൺ ഭൂപടത്തിൽ ഇടം നേടിയ ജില്ലയാണ് കോഴിക്കോട്. ഒളിമ്പ്യൻ V. ദിജു, ജെസിൽ പി. ഇസ്മായിൽ തുടങ്ങി നിരവധി രാജ്യാന്തര താരങ്ങളെ വാർത്തെടുക്കുവാൻ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ നേടിക്കൊടുക്കുന്നതിന് കോഴിക്കോട് ജില്ലയിലെ അരുൺ വിഷ്ണു, അപർണ ബാലൻ, ശ്രുതി KP, ഹരിത MH, ആഗ്ന ആൻഡോ, മുഹമ്മദ് മുനവർ എന്നിവർ സ്റ്റേഡിയത്തിൽ വെച്ച് പരിശീലനം നേടിയവരാണ്. പരിശീലനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 7-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കായി സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ കോച്ച് A. നാസറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ NIS കോച്ച് അഭിലാഷ് ടെന്നിസനും പരിശീലനം നൽകുന്നുണ്ട്. രാവിലെ 8 മുതൽ 9:30 വരെയും 10 മുതൽ 11:30 വരെയുമാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് പൂർത്തിയാക്കുന്നവർക്ക് ബാഡ്മിന്റൺ അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. മെച്ചപ്പെട്ട താരങ്ങളെ റെഗുലർ ക്യാമ്പിൽ ഉൾപ്പെടുത്തും. MK രാഘവൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോർട്ടിൽ വഴി നമുക്ക് ചെയ്യാൻ നോക്കണമെന്നല്ലാതെ സ്ഥലമാനം ഒരിക്കലും കൊടുക്കാൻ കഴിയും. ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് മുസമ്മിൽ അധ്യക്ഷനായിരുന്നു. A. വേലായുധൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, ഡോക്ടർ K. ശിവരാജൻ, ഹരിദാസ് M, A. അബ്ദുൾ മജീദ്, KM രമേശ്, ബിജോയ് AB, K. നാസർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൊയിലാണ്ടി നഗരസഭയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിറ്റവരും നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിൽപ്പന നടത്തിയവരും നിരോധിത മേഖലകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റവരുമടക്കം നിരവധി സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും. കൊയിലാണ്ടി നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിലും കൂൾബാറുകളിലും നടത്തിയ പരിശോധനയിൽ ഉപയോഗശൂന്യവും വൃത്തിഹീനവുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. 18 സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും നിയമ നടപടി സ്വീകരിച്ചതായും ഹെൽത്ത് ഇൻസ്പെക്ടർ K. ദിവാകരൻ പറഞ്ഞു. കൊയിലാണ്ടി നഗരസഭ 2 വർഷം മുമ്പ് നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ താൽക്കാലിക ഷെഡിൽ കച്ചവടം ചെയ്യുന്ന മറ്റ് ഏരിയകളിൽ നിന്ന് വന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്നും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുക്കുകയും അവരുടെ പേരിൽ ശിക്ഷ നടപടി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോട്ട്പ നിയമപ്രകാരം ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ പുകയില വിരുദ്ധ ഏരിയ പ്രഖ്യാപിച്ചിട്ടുള്ള സ്കൂൾ പരിസരം അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതിൽ സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ സ്കൂൾ പരിസരത്ത് യാതൊരു കാരണവശാലും വിൽക്കാൻ പറ്റിയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത് പ്രസ്തുത കച്ചവടക്കാരനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. നഗരസഭാ പരിധിയിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾ പരിസരത്തെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തവയിൽപ്പെടും. ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ റെയ്ഡ് തുടരുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വൈദ്യുതി തീവണ്ടി എത്താൻ ഇനിയും കാലമെടുക്കാനാണ് സാധ്യത. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ പാതയുടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷം റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അറിയിച്ചതാണ് ഇക്കാര്യം. കോഴിക്കോട് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉയരക്കുറവാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ പാത വൈദ്യുതീകരണത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ വരെ മാത്രമാണ് അനുവദിക്കുക. പരിശോധനയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം റെയിൽവേ ബോർഡിന് സമർപ്പിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വടക്കുവശത്തുള്ള മേൽപ്പാലത്തിന്റെ ഉയരക്കുറവാണ് കോഴിക്കോട് വരെയുള്ള പാത വൈദ്യുതീകരണം കമ്മീഷനിങ്ങിന് തടസ്സം. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 78 സെന്റിമീറ്റർ വീണ്ടും ഉയർത്തിയെങ്കിലും ഇതിനടിയിലൂടെ വൈദ്യുതി തീവണ്ടി ഓടുന്നതിന് റെയിൽവേ ബോർഡിന്റെ അനുമതി വേണം. ബോർഡിൽ നിന്ന് അനുമതി ലഭിച്ചാൽ കോഴിക്കോട് കണ്ണൂർ പാത വൈദ്യുതീകരണത്തിന്റെ കമ്മീഷനിങ്ങിനൊപ്പം കല്ലായി കോഴിക്കോട് റീച്ചും കമ്മീഷൻ ചെയ്യുമെന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ സതീഷ് മിത്തൽ പറഞ്ഞു. ഷൊർണൂരിനും കോഴിക്കോടിനുമിടയിൽ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച സലൂണിലും വൈദ്യുതി എഞ്ചിൻ ഘടിപ്പിച്ച സലൂണിലുമാണ് അദ്ദേഹം യാത്ര ചെയ്തത്.
കോഴിക്കോട്ടേക്ക് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച പ്രത്യേക സലൂണിൽ യാത്ര ചെയ്ത വൈദ്യുതി തൂണിനാവശ്യമായ ഫീഡിംഗ് പോസ്റ്റുകൾ, സബ്സെക്ഷനുകൾ, സ്വിച്ചിംഗ് സെന്ററുകൾ, ലെവൽ ക്രോസുകൾ, മേൽപ്പാലങ്ങൾ എന്നിവയടക്കം പരിശോധിച്ചു. മടക്കയാത്രയിൽ വൈദ്യുതി എഞ്ചിൻ ഘടിപ്പിച്ച വേഗപരിശോധനയും നടത്തി. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത്തിലോടിയാണ് ഈ പരിശോധനകൾ നടത്തിയത്. ദക്ഷിണ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ RK കുൽശ്രേഷ്ഠ, പാലക്കാട് DRM ആനന്ദ് പ്രകാശ്, റെയിൽവേ വൈദ്യുതീകരണത്തിന്റെ ചീഫ് പ്രൊജക്ട് മാനേജർ RP ഉദയകുമാർ, ദക്ഷിണ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ എഞ്ചിനീയർ GV ചന്ദ്രശേഖരൻ, ഡെപ്യൂട്ടി റെയിൽവേ സുരക്ഷാ കമ്മീഷണർമാരായ K പളനി, E ശ്രീനിവാസൻ, സീനിയർ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ S ജയകൃഷ്ണൻ എന്നിവരും സതീഷ് മേത്തയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. പെരുമണ്ണയിൽ പാറക്കോട്ട് താഴത്തെ ജൈവ നെൽകൃഷി വിളവെടുത്തു. PT റഹീം MLA വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ 8 ഏക്കർ സ്ഥലത്താണ് ജൈവ നെൽകൃഷി ഇറക്കിയത്. പെരുമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറക്കോട്ട് താഴം വള്ളിയാട്ട് നൂഞ്ഞിയിലൊരുക്കിയ ജൈവ നെൽകൃഷി വിളവെടുത്തു. 8 ഏക്കറോളം സ്ഥലത്താണ് പെരുമണ്ണ കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. കുന്നമംഗലം MLA അഡ്വക്കേറ്റ് PT റഹീം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP പീതാംബരൻ അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് P സിദ്ദിഖ്, പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗം M രജനി, C മാധവദാസ്, ചോലക്കൽ രാജേന്ദ്രൻ, ദിനേഷ് പെരുമണ്ണ, MA പ്രഭാകരൻ, N അനിരുദ്ധൻ, KE ഫസൽ, മുതുവന ഹരിദാസ്, NP കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ യൂസഫ് അലി കേച്ചേരി അനുസ്മരണം സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ സംവിധായകൻ ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു. കാലത്തെ അതിജീവിക്കുന്ന രചനകളിലൂടെ യൂസഫ് അലി കേച്ചേരി എന്നും ജീവിക്കുമെന്ന് ഹരിഹരൻ പറഞ്ഞു. PV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് സംവിധായകൻ ഹരിഹരൻ പറഞ്ഞു. ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി സംഘടിപ്പിച്ച യൂസഫ് അലി കേച്ചേരി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതങ്ങളെക്കുറിച്ചും അദ്ദേഹം ഗഹനമായി പഠിച്ചിരുന്നു. തന്റെ രചനകളെല്ലാം സ്നേഹത്തിന് പ്രാമുഖ്യം നൽകി. ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളം കണ്ട സ്നേഹഗായകനായിരുന്നു കേച്ചേരി. നല്ല കവിതയില്ലെങ്കിൽ നല്ല ഗാനമില്ലെന്ന് വിശ്വസിച്ച അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്ന രചനകളിലൂടെ എക്കാലത്തും ജീവിക്കുമെന്നും ഹരിഹരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി വളരെ അടുത്ത ബന്ധം, ഒരു ചലച്ചിത്ര ഗാനരചയിതാവെന്നോ അല്ലെങ്കിൽ കവിയെന്നോ ഉള്ളതിൽ നിന്നെല്ലാം അപ്പുറത്ത് വളരെ അടുത്ത ഒരു ബന്ധം ഞാൻ യൂസഫ് അലിയായിട്ടുണ്ടായിരുന്നു. 1968 കാർത്തിക എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മമ്പൊമ്പിൽ നടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിന്റെ സഹസംവിധായകനായിരുന്നു ഞാൻ, സംവിധാനം കൃഷ്ണൻ നായർ. ഇക്കരയാണ് താമസം, അക്കരയാണ് എന്റെ മാനസം തുടങ്ങിയുള്ള പാട്ടുകൾ, അതേമാതിരി പാവാടപ്രായത്തിൽ തുടങ്ങിയ പാട്ടുകൾ ഒക്കെ ആ ചിത്രത്തിലുണ്ടായിരുന്നു. ബാബുരാജായിരുന്നു മ്യൂസിക്. അന്ന് തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ സൗബന്ധം, സുഹൃബന്ധം അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നതിന് 1 മാസം മുമ്പ് വരെ തുടർന്നുകൊണ്ടിരുന്നു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ചടങ്ങിൽ PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. ട്രീസ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഡോക്ടർ K മൊയ്തു, വേണു താമരശ്ശേരി, KP അബൂബക്കർ, മുഹമ്മദ് യാക്കൂബ്, TP ദാസൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രവിശേഷങ്ങൾ. തളി ശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പങ്കുനി ഉത്സവത്തിന് തുടക്കം. 3 ദിവസങ്ങളിൽ ദൈവിക വൈദിക ചടങ്ങുകളോടെയാണ് പരിപാടികൾ നടക്കുന്നത്. ഏപ്രിൽ 3-നാണ് പൈങ്കിനിയുത്രം. ശനീശ്വര നവഗ്രഹ ക്ഷേത്രമായ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പങ്കുനിയുത്ര മഹോത്സവത്തിന് തുടക്കം.
ഏപ്രിൽ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ആദ്യ ദിനം ഗണേശ ലക്ഷാർച്ചന, അന്നപൂർണേശ്വരി പൂജ, ആവാഹന്തി ഹോമം എന്നിവ നടന്നു. 2 രാവിലെ സുബ്രഹ്മണ്യ ലക്ഷാർച്ചന, കാർത്തികേയ പൂജ, കുക്കടസ്കന്ധ ഹോമം, ആഗമശാസ്ത്രവിധി പ്രകാരമുള്ള വള്ളി കല്യാണം എന്നിവ നടക്കും. പങ്കുനുത്ര ദിനമായ 3 അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിക്കും. മഹാന്യാസപൂർവം പൂർണ്ണാഭിഷേകം, പാൽക്കുടമാടൽ, കാവടി പൂജ, കാവടിയാട്ടം, പാനകപൂജ, ഭജന എന്നിവ നടക്കും. സമാപന ദിവസം രാത്രി പാലക്കാട് കൽപ്പാത്തി ദണ്ഡപാണി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കാവടി രാശയ്യരുടെ കാവടിയാട്ടം നടക്കും. പാളയം പുതിയ ഗോവിലകം മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് പാൽക്കുടം വരവും നടക്കും. പ്രസിദ്ധമായ ബേപ്പൂർ ഗോതീശ്വരം ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. വൈദിക താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ബേപ്പൂരിൽ നിന്നും ആരംഭിച്ച ആഘോഷവരവിൽ 100 കണക്കിന് ഭക്തജനങ്ങളാണ് അണിചേർന്നത്. താലമേന്തിയ ബാലികമാരും വനിതകളും മുത്തുകുടുകളുമായി കുട്ടികളും മുൻനിരയിൽ അണിചേർന്നു. കോൽക്കളി, നിശ്ചല ദൃശ്യങ്ങൾ, ദേവീ സങ്കല്പ കോലങ്ങൾ, ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവ മിഴിവേകി. വാസുദേവൻ പനോളി, തലയാടത്ത് ഇമ്പിച്ചുട്ടി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 24 വർഷത്തിലേക്ക്. ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ 3 മണി മുതൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തുവാൻ തുടങ്ങും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ഗ്രൂപ്പുകളിലെ പ്രാർത്ഥനയോടും ഗാനാലാപനത്തോടും കൂടി 16.5 കിലോമീറ്റർ നടന്ന് മൌണ്ട് സിനായി ലക്കിടിയിൽ എത്തിച്ചേരും. ഫാദർ എമ്മാനുവൽ പന്മാറ CMI സമാപന സന്ദേശം നൽകും. ഗത്സമനിൽ 10 മണിക്ക് ദുഃഖവെള്ളി സന്ദേശം ഉണ്ടായിരിക്കുമെന്ന് ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ CMI അറിയിച്ചു. ഇന്ത്യയിലെ പ്രമുഖ മദ്രസ അധ്യാപക സംഘടനയായ സുന്നി ജമിയത്തുൽ മുല്ലമീൻ 25 കർമ്മ പദ്ധതികളുമായി സിൽവർ ജൂബിലി ആഘോഷിച്ചു വരികയാണ്. ജൂബിലിയുടെ സമാപനം 2015 ഏപ്രിൽ 3-4 തീയതികളിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന് സമീപം KTC ഗ്രൌണ്ടിൽ മുല്ലമീൻ നാഷണൽ കോൺഫറൻസ് ആയി നടക്കും. ഏപ്രിൽ 3 വെള്ളിയാഴ്ച 4 മണിക്ക് സയ്യിദ് സൈനുൽ അബിദീൻ ബാഫക്കി തങ്ങൾ പതാക ഉയർത്തുന്നതോടെ നാഷണൽ കോൺഫറൻസ് ആരംഭിക്കും. മത്സ്യബന്ധന തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ഏപ്രിൽ 22 പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഏപ്രിൽ 8 നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. വിഷുവിനോടനുബന്ധിച്ച് കൃഷ്ണവിഗ്രഹങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുന്നു. മാനഞ്ചിറ സെൻട്രൽ ലൈബ്രറി കെട്ടിടത്തിൽ നോർത്ത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് എംപോറിയത്തിലാണ് ഏപ്രിൽ 13 വരെ നീണ്ടു നിൽക്കുന്ന കൃഷ്ണവിഗ്രഹ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത മോട്ടോർ തൊഴിലാളി സമരസമിതി നേതൃത്വത്തിൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസ് മാർച്ച്. ഓട്ടിസം വാരാചരണത്തിന് തുടക്കം. ഇതിന്റെ പ്രചരണാർത്ഥമുള്ള മൊബൈൽ ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ ജില്ലയിൽ പ്രയാണം ആരംഭിച്ചു. വേനൽ കനത്തതോടെ നഗരത്തിലെത്തുന്നവരുടെ ദാഹം അകറ്റാൻ പതിവ് പോലെ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സംഭാരവുമായി രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.